Hello, my dears. Hope you all are well. Fourth semester MA ഇംഗ്ലീഷിൻ്റെ ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഡിഫൈൻ ബൈലിംഗ്വലിസം. Bilingualism is the ability of an individual or a community to use two languages effectively. A bilingual person may use the two languages in different situations. അതായത് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ സമൂഹത്തിനോ രണ്ട് ഭാഷകൾ ഉപയോഗിക്കാനുള്ള കഴിവിനാണ് ബൈലിംഗ്വാലിസം എന്ന് പറയുന്നത്. ഇപ്പം എക്സാമ്പിളായിട്ട് നമ്മൾ വീട്ടിൽ മലയാളം സംസാരിക്കുന്നു, സ്കൂളിലോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ഥലത്തോ എത്തിക്കഴിഞ്ഞാൽ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്നു. അപ്പം നമ്മൾ രണ്ട് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ബൈലിംഗ്വലിസം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, dialectology. Dialectology is the branch of linguistics that studies regional and social varieties of a language known as dialects. It examines differences in pronunciation, vocabulary and grammar. അതായത് ഒരു ഭാഷയിൽ പ്രാദേശികവും അതുപോലെ തന്നെ സാമൂഹികവുമായിട്ടുള്ള ഭാഷാഭേദങ്ങളെ, അത് ഈ ഭാഷാഭേദങ്ങൾക്കാണ് ഡയലക്ട്സ് എന്ന് പറയുന്നത്. ഭാഷാഭേദങ്ങളെ പഠിപ്പിക്കുന്ന അതിൻ്റെ ഒരു ശാസ്ത്രശാഖയെയാണ് ഡയലക്ടോളജി എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പ്രൊനൗൺസിയേഷൻ, വൊക്കാബുലറി, ഗ്രാമർ ഇവയിലൊക്കെ ഉണ്ടാവുന്ന വ്യത്യാസങ്ങളെയാണ് പഠിപ്പിക്കുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ലാംഗ്വേജ് ആൻഡ് പരോൾ. നമ്മൾ മുമ്പേ പഠിച്ച കാര്യം തന്നെയാണ്. അക്കോർഡിംഗ് ടു ഫെർഡിനാൻഡ് ഡി സോസർ, ലാംഗ്വേജ് ഇസ് ദ അണ്ടർലൈങ് system or structure of a language shared by a speech community. Parole is the actual individual use of language in speech or writing. ലാങ് ആൻഡ് പാരോൾ എന്ന് പറയുന്നത് നമ്മൾ സഷറിൻ്റെ ഭാഷാശാസ്ത്രത്തിലെ പ്രധാന ആശയങ്ങളാണ് ലാങ്ങും പരോളും. ലാങ് എന്ന് പറഞ്ഞാൽ ഒരു സമൂഹം ഷെയർ ചെയ്യുന്ന ലാംഗ്വേജിൻ്റെ കോമൺ ആയിട്ടുള്ള നിയമങ്ങളും ഘടനയും ഒക്കെ ചേർന്നതാണ് ലാങ് എന്ന് പറയുന്നത്. പാരോൾ എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വൽ പേഴ്സൺ യഥാർത്ഥത്തിൽ സംസാരിക്കുന്നതോ അല്ലെങ്കിൽ അവർ എഴുതുന്നതോ ആയിട്ടുള്ള ആ ലാംഗ്വേജിന്റെ യൂസ്, ഭാഷയുടെ പ്രയോഗം, അതിനാണ് പരോൾ എന്ന് പറയുന്നത്. ലാങ് ഈസ് ലാംഗ്വേജ് സിസ്റ്റം, പരോൾ ഈസ് ആക്ച്വൽ ലാംഗ്വേജ് യൂസ്. അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, വാട്ട് ആർ ഫോണീംസ്? എന്താണ് ഫോണീംസ് എന്ന് പറഞ്ഞാൽ? A phoneme is the smallest distinctive sound unit in a language that can change the meaning of word. Example, p and b. Distinguish pat and that. ഒരു വേർഡിന്റെ മീനിങ്ങിൽ ചേഞ്ച് വരുത്താൻ കഴിയുന്ന ഏറ്റവും സ്മോളസ്റ്റ് സൗണ്ടിന്റെ ഒരു ഘടകം, ശബ്ദത്തിന്റെ ഒരു ഘടകം, അതിനാണ് ഫോണീം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പാറ്റ് എന്നതിന്റെ ബ് സൗണ്ട്, ബാറ്റ് എന്നുള്ളതിന് ബ് സൗണ്ടാണ്. അതിന് രണ്ടിനും ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? ഒറ്റൊരു സൗണ്ടിൽ തന്നെ അതിന്റെ മീനിങ് ചേഞ്ച് ആയി. ഇങ്ങനെ ഒരു വേർഡിന്റെ അർത്ഥത്തിൽ മാറ്റം വരുത്താൻ കഴിയുന്ന ഏറ്റവും ചെറിയ ഒരു ശബ്ദത്തിന്റെ ഘടകത്തിനാണ് ഫോണീം എന്ന് പറയുന്നത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഇസ്, ഡിഫൈൻ മോർഫീം. മോർഫീം എന്താണെന്നാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. A morpheme is the smallest meaningful unit of a language. It may be a word or part of a word. Examples, unhappy, books. അതായത് മീനിങ്ഫുൾ ആയിട്ടുള്ള ഏറ്റവും സ്മോളസ്റ്റ് ഭാഷാഘടകമാണ് മോർഫീം എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പൊ അൺഹാപ്പി എന്നുള്ളതിൽ അൺ പ്ലസ് ഹാപ്പി ആണ് അൺഹാപ്പി അല്ലെ, അതിൽ അൺ. അതേപോലെ ബുക്ക് പ്ലസ് എസ് ആണ് ബുക്സ്, അതിൽ എസ് ആഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഏറ്റവും ചെറിയ ഒരു ഭാഷാഘടകം കൊണ്ട് അത് മീനിങ്ഫുൾ ആയിട്ടുള്ള വേർഡ് ഓർ സെന്റൻസ് ആവും. ഇതാണ് മോർഫീം എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് സിക്സ്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ prescriptive and descriptive grammar? Prescriptive grammar tells people how a language should be used according to rules. Descriptive grammar studies and describes how people actually use language.
പ്രെസ്ക്രിപ്റ്റീവ് ഗ്രാമർ എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് എങ്ങനെ നമ്മൾ യൂസ് ചെയ്യണം, എന്തെല്ലാം നിയമങ്ങൾ അതിൽ നിർദ്ദേശിക്കുന്നുണ്ട്, ഇതിനൊക്കെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് പ്രെസ്ക്രിപ്റ്റീവ് ഗ്രാമർ എന്ന് പറഞ്ഞാൽ. എന്നാൽ ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ എന്ന് പറയുന്നത് ആളുകൾ ഈ ലാംഗ്വേജ് ആക്ച്വലി എങ്ങനെ ഉപയോഗിക്കുന്നു എന്നാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ എന്ന് പറയുന്നത് ആളുകൾ ലാംഗ്വേജ് ആക്ച്വലി എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളത് പഠിക്കുന്നതിനാണ് ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ എന്ന് പറയുന്നത്. Prescriptive means how language should be used. Descriptive means how language is actually used. That is the difference. Then next 7th question is explain the concept of transformational grammar. എന്താണ് ട്രാൻസ്ഫോർമേഷണൽ ഗ്രാമർ എന്ന് പറയുന്നത്? ട്രാൻസ്ഫോർമേഷണൽ ഗ്രാമർ associated mainly with Noam Chomsky explains how different sentence forms can be generated from underlying structures through transformations. For example, an active sentence can be transformed into a passive sentence. നോം ചോംസ്കിയുമായി ബന്ധപ്പെട്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റാണ് ട്രാൻസ്ഫോർമേഷണൽ ഗ്രാമർ എന്ന് പറയുന്നത്. ഒരു സെന്റൻസിന്റെ അണ്ടർലൈൻ സ്ട്രക്ചറിൽ നിന്ന് ഡിഫറെന്റ് സെന്റൻസസ് ഈ ഫോംസ് ട്രാൻസ്ഫോർമേഷൻ വഴി ഉണ്ടാക്കിയെടുക്കുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദ ബോയ് ഓപ്പൻഡ് ദ ഡോർ. ആ ഒരു സെന്റൻസിൽ നിന്ന് തന്നെ നമുക്ക് മറ്റൊരു സെന്റൻസ് ഉണ്ടാക്കാം. എങ്ങനെ പറയാം? ദ ഡോർ വാസ് ഓപ്പൻഡ് ബൈ ദ ബോയ്. അതായത് ദ ബോയ് ഓപ്പൺ ദ ഡോർ എന്ന് പറയുമ്പോൾ ബോയ് ഡോർ ഓപ്പൺ ചെയ്തു. എന്നാൽ അതേപോലെ തന്നെ മറ്റൊരു സെന്റൻസ് ഉണ്ടാക്കാം. ദ ഡോർ വാസ് ഓപ്പൺഡ് ബൈ ദ ബോയ്. ആ ഡോറ് ഓപ്പൺ ചെയ്തത് ആ കുട്ടിയാലെയാണ് ഡോർ ഓപ്പൺ ചെയ്യപ്പെട്ടത്. ഇത് രണ്ടും ഒരേ സെന്റൻസ് ആണ്, പക്ഷെ അതിന്റെ സ്ട്രക്ചറിന് ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഇതാണ് കോൺസെപ്റ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷണൽ ഗ്രാമർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് 8th question is what is pragmatics? Pragmatic is the study of meaning in context. It examines how speakers and listeners understand meaning beyond the literal meaning of words. കോണ്ടെക്സ്റ്റിന്റെ ബേസിസിൽ ലാംഗ്വേജിന്റെ അർത്ഥം പഠിക്കുന്ന ഒരു ശാഖയ്ക്കാണ് പ്രാഗ്മാറ്റിക്സ് എന്ന് പറയുന്നത്. കോണ്ടെക്സ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ലാംഗ്വേജിന്റെ അർത്ഥം പഠിക്കുന്ന ഒരു ശാഖയ്ക്കാണ് പ്രാഗ്മാറ്റിക്സ് എന്ന് പറയുന്നത്. ഒരു സെന്റൻസിന്റെ ലിറ്ററൽ ആയിട്ടുള്ള മീനിങ്ങിൽ മാത്രമല്ല, ഏത് സാഹചര്യത്തിലാണ് അത് പറയുന്നത് എന്നും പരിഗണിക്കുന്നതിനാണ് പ്രാഗ്മാറ്റിക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാൻ യു ഓപ്പൺ ദ വിൻഡോ. ഇതെന്താ സാധാരണയായിട്ട് ഒരു റിക്വസ്റ്റ് ആണ് അല്ലെ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു കോണ്ടെക്സ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ മീനിങ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ അതിന്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിന്ന് ഇത് പറയുന്നത് കേൾക്കുമ്പോൾ പഠിക്കുന്നു. അതും ഈ ഒരു കോണ്ടെക്സ്റ്റിൽ അതും ഇവിടെ പരിഗണിക്കും. അതായത് ഈ പ്രാഗ്മാറ്റിക്സ് എന്നാൽ കോണ്ടെക്സ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഭാഷയുടെ അർത്ഥം പഠിക്കുന്ന ശാഖയ്ക്കാണ് പ്രാഗ്മാറ്റിക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 9th question, discuss the properties of human language. എന്താണ് ഹ്യൂമൻ ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രത്യേകതകൾ, സവിശേഷതകൾ, അതാണ് ചോദിച്ചിട്ടുള്ളത്. Human language has several unique properties. Arbitrariness means there is generally no natural connection between a word and its meaning. Productivity allows humans to create and understand an unlimited number of new sentences. Displacement enables us to talk about things that are not present, including the past and future. Duality of patterning means meaningless sounds combined to form meaningful units. Creativity allows speakers to produce new expressions, while cultural transmission means language is learned through society and culture. അതായത് മനുഷ്യന്റെ ഭാഷയുടെ ഹ്യൂമൻ ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പെഷ്യാലിറ്റീസ് എന്ന് പറയുന്നത് ആർബിട്രേറിനെസ്, അതായത് വാക്കിനും അതിന്റെ മീനിങ്ങിനും ഒരു സ്വാഭാവികമായിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ബന്ധം ഇല്ല എന്ന് പറയുന്നതാണ് ആർബിട്രേറിനെസ്. നെക്സ്റ്റ് പ്രൊഡക്ടിവിറ്റി.
പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ നമുക്ക് വേണ്ട ഇത്രയും പുതിയ സെന്റൻസസ് നമുക്ക് സൃഷ്ടിച്ചെടുക്കാം, ഉണ്ടാക്കിയെടുക്കാം. ദെൻ ഡിസ്പ്ലേസ്മെന്റ്, ഇപ്പോൾ ഇല്ലാത്ത കാര്യങ്ങളെ കുറിച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റും, അതിനാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. നെക്സ്റ്റ് ഡ്യുവാലിറ്റി, അതായത് ചെറിയ ശബ്ദങ്ങൾ ചേർന്നിട്ട് മീനിങ് ഫുൾ ആയിട്ടുള്ള വേർഡ്സ് ഉണ്ടാകുന്നു. ദെൻ ക്രിയേറ്റിവിറ്റി, പുതിയ പുതിയ എക്സ്പ്രഷൻസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. ലാസ്റ്റ് വൺ കൾച്ചറൽ ട്രാൻസ്മിഷൻ, സമൂഹത്തിൽ നിന്ന് നമ്മൾ ഭാഷ പഠിക്കുന്നു. ഇതൊക്കെയാണ് പ്രോപ്പർട്ടീസ് ഓഫ് ഹ്യൂമൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ദെൻ 10th question is, what is social variation in language? സോഷ്യൽ വേരിയേഷൻസ്, സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങൾ ഭാഷ ഉപയോഗിക്കുന്ന രീതിയിലുള്ള വ്യത്യാസത്തിനാണ് സോഷ്യൽ വേരിയേഷൻസ് എന്ന് പറയുന്നത്. സോഷ്യൽ വേരിയേഷൻസ് refers to differences in language use among different social groups. Language may vary according to class, education, occupation, age, gender, and social background. For example, professionals may use specialized vocabulary related to their occupation. സോഷ്യൽ ക്ലാസ്, എഡ്യൂക്കേഷൻ, ഒക്യുപ്പേഷൻ, ഏജ്, ജെൻഡർ, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് തുടങ്ങിയ ഘടകങ്ങളെയൊക്കെ ഭാഷയെ സ്വാധീനിക്കുന്നുണ്ട്. നെക്സ്റ്റ് 11th question is, explain the significance of Saussure's theory in modern linguistics. Ferdinand de Saussure is considered one of the founders of modern linguistics. He introduced important concepts such as sign, signifier, signified, language, and parole. He viewed language as a structured system of signs and distinguished between synchronic and diachronic approaches. His ideas laid the foundation for structural linguistics and influenced semiotics, literary theory, and cultural studies. Ferdinand de Saussure മോഡേൺ ലിംഗ്വിസ്റ്റിക്സിന്റെ പ്രധാന സ്ഥാപകരിൽ ഒരാളാണ്. സൈന്, സിഗ്നിഫയർ, സിഗ്നിഫൈഡ്, ലാങ്, പെരോൾ, സിൻക്രോണിക്, ഡൈക്രോണിക് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കോൺസെപ്റ്റ് ഒക്കെ ഇദ്ദേഹമാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. സ്ട്രക്ചറിസം, സെമിയോട്ടിക്സ്, ലിറ്റററി തിയറി, കൾച്ചറൽ സ്റ്റഡീസ് എന്നിവയൊക്കെയാണ് അദ്ദേഹത്തിന്റെ കോൺസെപ്റ്റ്സ് സ്വാധീനിച്ചത്. നെക്സ്റ്റ് 12th question, explain the suprasegmental features in phonology. Suprasegmental features are phonological features that extend over individual sounds or segments. The major features include stretch, stress, intonation, rhythm, and juncture. Stress is emphasis on a syllable. Intonation is variation in pitch. Rhythm is the pattern of stressed and unstressed syllables. Juncture concerns the separation of sounds or words. ഒരു ഇൻഡിവിജ്വൽ സൗണ്ടിനേക്കാൾ വലിയ സ്പീച്ച് യൂണിറ്റിൽ പ്രവർത്തിക്കുന്ന ഫൊണോളജിക്കൽ ഫീച്ചേഴ്സിനാണ് സപ്രാസെഗ്മെന്റൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സ്ട്രെസ്, ഇൻറ്റോനേഷൻ, റിതം, ജങ്ചർ എന്നിവ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയതാണ്. നെക്സ്റ്റ് 13th question is, what does lexical semantics? Provide examples. Lexical semantics is the study of the meaning of word and relationships between word meanings. Examples include synonymy, അതായത് big or large, antonymy, hot or cold, hyponymy, that means rose or flower, polysemy, head of a person or head of a department, and homonymy, that is bank or financial institution, ബാങ്ക് ഓർ റിവർ സൈഡ്. വാക്കുകളുടെ അർത്ഥവും വാക്കുകൾ തമ്മിലുള്ള അതിന്റെ മീനിങ്സ് തമ്മിലുള്ള അതിന്റെ കണക്ടിവിറ്റി, അതിന്റെ ബന്ധങ്ങളൊക്കെ പഠിപ്പിക്കുന്ന സെമാൻറ്റിക്സിന്റെ ശാഖയെയാണ് ലെക്സിക്കൽ സെമാൻറ്റിക്സ് എന്ന് പറയുന്നത്. സിനണിം, ആന്റണിം, ഹൈപ്പോണിം, പോളിസിമി, ഹോമോണിമി ഇവയൊക്കെ അതിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾസ്. നെക്സ്റ്റ് 14th question is, compare RP and General Indian English sounds. Received pronunciation, that means RP, is a traditional standard pronunciation associated with British English. General Indian English, that is GIE, is a broad pronunciation variety used by educated English speakers across India. They may differ in vowel quality, consonant pronunciation, stress,
intonation, and rhythm. Indian English pronunciation is also influenced by Indian languages. RP ബ്രിട്ടീഷ് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ട്രഡീഷണൽ സ്റ്റാൻഡേർഡ് പ്രൊനൗൺസിയേഷൻ ആണ് RP എന്ന് പറയുന്നത്. റിസീവ്ഡ് പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ജനറൽ ഇന്ത്യൻ ഇംഗ്ലീഷ് ഇന്ത്യയിലെ എഡ്യൂക്കേറ്റഡ് ഇംഗ്ലീഷ് സ്പീക്കേഴ്സ് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന പ്രൊനൗൺസിയേഷൻ വെറൈറ്റിയാണ് ജനറൽ ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. വവൽ സൗണ്ട്സ്, കൺസണൻസ്, സ്ട്രെസ്, ഇൻറ്റൊനേഷൻ, റിതം ഇവയിലൊക്കെ വ്യത്യാസങ്ങൾ കാണാം. നെക്സ്റ്റ്, ഡിസ്കസ് ദ റോൾ ഓഫ് വേർഡ് ഓർഡർ ഇൻ സെന്റൻസ് സ്ട്രക്ചർ. Word order refers to the arrangement of words in a sentence. It is important because changing word order can change meaning or grammatical structure. English generally follows the subject, verb, object. That is SVO pattern. Example, the boy reads a book. Here, the boy is the subject, read is the verb, and a book is the object. ഒരു സെന്റൻസിൽ ഒരു വേർഡ് എങ്ങനെ ക്രമീകരിക്കുന്നു എന്നതാണ് വേർഡ് ഓർഡർ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ സാധാരണ സബ്ജക്റ്റ്, വേർഡ്, ഒബ്ജക്റ്റ്, അതായത് SVO പാറ്റേണിലാണ് ഒരു സെന്റൻസ് റൈറ്റ് ചെയ്യാറുള്ളത്. വാക്കുകളുടെ ഓർഡർ മാറിയാൽ ഗ്രാമർ അല്ലെങ്കിൽ മീനിങ് ചേഞ്ച് ആവും. Next, 16th question is, what are the limitations of IC analysis? IC means immediate constituent. IC analyzes sentence by dividing it into smaller constituents. Its limitations are that it may not fully explain deep or underlying structures. Ambiguous sentences can be difficult to analyze. Transformational relationships are not always clearly explained, and it may focus more on surface structure than meaning. IC analysis എന്നാൽ സെന്റൻസിനെ സ്മോൾ കോൺസ്റ്റിറ്റ്യുവൻസ് ആയിട്ട് വിഭജിച്ചിട്ട് പഠിക്കുന്ന രീതിയാണ് ഇത്. ഡീപ്പ് സ്ട്രക്ചർ പൂർണ്ണമായിട്ട് വിശദീകരിക്കാൻ കഴിയാത്തത്, ആംബിഗ്യസ് സെന്റൻസസ് അനലൈസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ട്രാൻസ്ഫോർമേഷണൽ റിലേഷൻഷിപ്സ് വ്യക്തമായിട്ട് കാണിക്കാത്തത്, മീനിങ്ങിനേക്കാൾ സർഫേസ് സ്ട്രക്ചറിന് പ്രാധാന്യം നൽകുന്നത്, ഇതൊക്കെയാണ് ഇതിന്റെ ലിമിറ്റേഷൻസ്. 16 ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. ഇന്ന് കഴിഞ്ഞ മീഡിയ സ്റ്റഡീസിന്റെ എക്സാമിന് കൂടുതൽ ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ളത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിന്റെ ബാക്കിലുള്ള ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലിംഗ്വിസ്റ്റിക്സിന്റെ ലാസ്റ്റ് പേജിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ചാപ്റ്റർ വൈസ് ഡിസ്കഷൻ വീഡിയോ ആവശ്യമുള്ളവർ ചാപ്റ്റർ എന്നും, ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ ഡിസ്കഷൻ ആണ് ആവശ്യമുള്ളതെങ്കിൽ ക്വസ്റ്റ്യൻസ് എന്നും കമന്റ് ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എനിവേ, താങ്ക് യു സോ മച്ച്.